കേരളത്തിലെ ഏറ്റവും വലിയ വഴിപാടാണ് ഭജനമിരിക്കൽ. ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഭജനമിരിക്കുന്നവർ ഭഗവാന് ഏറ്റവും പ്രിയപ്പെട്ടവരായിത്തീരും എന്നാണ് വിശ്വാസം. സർവ പാപനാശവും ദുരിത നിവാരണവും മഹാപുണ്യവുമാണ് ഭജനമിരിക്കുന്നതിൻ്റെ ഫലപ്രാപ്തി എന്നാണ് ഐതിഹ്യം. ഗുരുഭവനപുരിയിൽ ഒരു ദിവസം മുതൽ ഒരു വർഷം വരെ ഭജനമിരിക്കുന്നവരുണ്ട്. പുലർച്ചെ 2 മണിക്കാണ് ഭജനം പാർക്കലിന് തുടക്കം. ഈശ്വര ധ്യാനത്തോടെ ക്ഷേത്രകുളത്തിൽ മുങ്ങിക്കുളിച്ച് നിർമ്മാല്യ ദർശനം നടത്തി ഭഗവത് നാമമന്ത്രങ്ങൾ ഉരുവിട്ട് കഴിയുന്നത്ര ക്ഷേത്രപ്രദക്ഷിണം ചെയ്ത് അവിടെ തന്നെ കഴിച്ചുകൂട്ടണം. ക്ഷേത്രത്തിൽ നിന്നും ലഭിക്കുന്ന പഴം, പായസം, ചോറ് എന്നിവ മാത്രമേ ഭക്ഷിക്കാവൂ. വൈകുന്നേരം നട തുറക്കുന്നതിന് മുൻപ് ദേഹശുദ്ധി വരുത്തി ക്ഷേത്ര ദർശനം നടത്തണം. തൃപ്പുക കഴിഞ്ഞ് കൊടിമര ചുവട്ടിൽ സർവ്വ പാപങ്ങളും ക്ഷമിച്ചുകൊള്ളണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ദണ്ഡനമസ്കാരം നടത്തണം. ഭജനമിരിക്കുന്ന ദിവസം കൃഷ്ണനാട്ടം കൂടി കാണുന്നത് മഹാപുണ്യമാണ്. നിർമ്മാല്യ ദർശനം നടത്തിയാൽ സർവ്വ പാപങ്ങളും നശിച്ചു പോകുമെന്നും തൃപ്പുക സമയത്ത് ദർശനം നടത്തിയാൽ മോക്ഷപ്രാപ്തി കൈവരും എന്നുമാണ് വിശ്വാസം.